ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക, അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. പരിശുദ്ധ തൃത്വ ദൈവത്തിന് സ്തുതി. യേശു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തോഴരെ അവരുടെ കയ്യിൽ ഒന്നും എടുപ്പിക്കാതെ നടക്കുവാൻ ഒരു സപ്പോർട്ടിനായി ഒരു വടി പോലും കയ്യിൽ കരുതിപ്പിക്കാതെ രണ്ട് കൈയും വീശി വെറും കയ്യാലെ അയക്കുന്ന സമയം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ് നാം ഇന്ന് വായിച്ചു കേട്ട തിരുവചനം. നിങ്ങളെ കൈക്കൊള്ളുന്ന, നിങ്ങളെ സ്വീകരിക്കുന്ന പട്ടണത്തിലെ, ആ ഗ്രാമത്തിലെ ഏത് വീട്ടിലേക്കാണോ നിങ്ങളെ ആദ്യം ഏറ്റവും സ്നേഹത്തിലും ബഹുമാനത്തിലും സ്വീകരിക്കുന്നത്, ആ വീട്ടുടമസ്ഥൻ്റെ കൂടെ ആ വീട്ടിൽ ആ പട്ടണത്തിൽ നിന്നും പുറപ്പെടുന്നതുവരെ താമസിക്കുകയും പിന്നീട് ആ വീട്ടിൽ നിന്ന് തന്നെ പുറപ്പെട്ട് ആ പട്ടണം വിട്ട് അടുത്ത പട്ടണത്തിലേക്ക് പുറപ്പെടുവാൻ ആവശ്യപ്പെടുന്ന അവരുടെ കർത്താവ്. എന്തുകൊണ്ടായിരിക്കാം യേശു ഇങ്ങനെയൊരാവശ്യം അവരോട് പറയുന്നത്? സുവിശേഷ പ്രഘോഷണത്തിനായി അയക്കുന്നവരുടെ കയ്യിൽ ഫിസിക്കലി ഒന്നുമില്ല എങ്കിലും യേശു കൊടുക്കുന്ന ചില അധികാരങ്ങളുണ്ട്. പിശാചുക്കളുടെ മേലുള്ള ശക്തി, രോഗസൗഖ്യത്തിനുള്ള അധികാരം, ദൈവരാജ്യം ഭംഗിയായി പ്രസംഗിക്കുവാനുള്ള കഴിവ്. ഇങ്ങനെ അയക്കപ്പെടുന്ന തൻ്റെ സ്വന്തം തോഴരെ ആത്മാർത്ഥമായി വിനയത്തോടെ പൂർണ്ണ സംതൃപ്തിയോടെ സ്വീകരിക്കുന്നവരുടെ കൂടെ തന്നെ ആ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതുവരെ താമസിക്കണം എന്ന് നിർബന്ധിക്കുന്ന യേശു കർത്താവിൻ്റെ മനസ്സിൽ തൻ്റെ ശിഷ്യരുടെ രോഗസൗഖ്യത്തിനുള്ള ശക്തി കണ്ട്, പിശാചുക്കളെ കീഴ്പ്പെടുത്തുവാനുള്ള അധികാരം കണ്ട്, കൂടുതൽ സൗകര്യങ്ങളുള്ള മറ്റു വീടുകളിലേക്ക് തീർച്ചയായും അവർക്ക് ക്ഷണം ലഭിക്കും എന്നറിയുന്ന കർത്താവ്, താൻ വെറും കയ്യാലെ അയക്കുന്നവരുടെ മനോഭാവം സ്ഥിരതയുള്ളതായിരിക്കണം എന്നാഗ്രഹിക്കുന്ന നിർബന്ധമുള്ള കർത്താവ്, ദൈവം തന്ന ശക്തിയിൽ അഹങ്കരിക്കാതെ തങ്ങളുടെ ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലഭിക്കുന്ന പരിമിത സൗകര്യങ്ങളിൽ സംതൃപ്തരായി മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനോഭാവത്തിൽ ഒന്നും തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും ആതുര സേവനം ചെയ്യുവാനുള്ള സ്ഥിരോത്സാഹത്തിൽ മുന്നോട്ട് പോകുവാൻ അവൻ്റെ ഓരോ ശിഷ്യന്മാർക്കും അന്നും ഇന്നും സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ പോകുന്ന അവൻ്റെ അനുയായികൾക്ക് സംതൃപ്തിയുടെ, ആത്മാർത്ഥതയുടെ, വിനയത്തിൻ്റെ ഭവനം ഒരുക്കുവാൻ ദൈവം ദാനമായി നൽകിയ ഭവനത്തിൻ്റെ വീട്ടുടമസ്ഥനും വീട്ടുടമസ്ഥയ്ക്കും ആ ഭവനത്തിലെ മക്കൾക്കും സാധിക്കട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.